സിനിമാ മേഖലയിലെ പരാതി അറിയിക്കാൻ സംവിധാനമൊരുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. DG അജിത ബീഗത്തിന്റെ ഇമെയിലിലേക്കാണ് പരാതികൾ അയക്കേണ്ടത്. അതേസമയം നടൻ സിദ്ദിഖിനെതിരെ യുവനടി ലൈംഗിക പീഡനത്തിന് പരാതി നൽകിക്കഴിഞ്ഞു. ലൈംഗികാരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഇടവേള ബാബുവും പരാതി നൽകിയിട്ടുണ്ട്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി. അനന്തൻ, പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേകമായ ഇമെയിൽ ID. അപ്പോൾ ഭയമില്ലാതെ എല്ലാവർക്കും പരാതി നൽകാൻ കഴിയുന്ന രഹസ്യ സ്വഭാവമുള്ളൊരു സംവിധാനത്തിലേക്ക് ഈ അന്വേഷണ സംഘം നീങ്ങുന്നു എന്നത് സ്വാഗതാർഹമാണ്. അതേസമയം തന്നെ നടന്മാർക്കെതിരായ കേസിന്റെ വിവരങ്ങൾ, ഒപ്പം ഇടവേള ബാബുവിന്റെ മറുനീക്കത്തിന്റെ വിവരങ്ങളും. രതീഷ്, സിനിമാ മേഖലയിലെ പരാതികളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ച ശേഷം ഒട്ടേറെ പരാതികളാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇമെയിലിലേക്കാണ് നിരവധി പരാതികൾ ലഭിച്ചത്. ഈ പരാതികളിൽ പലതും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. പരാതികൾ കൂടുതൽ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിട്ട് പരാതികൾ നൽകാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗത്തിന്റെ ഇമെയിലിലേക്കാണ് പരാതികൾ അയക്കേണ്ടത്. അതുകൂടാതെ ഒരു ഫോൺ നമ്പർ കൂടി ഈ പരാതികൾ അയക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. DGPക്ക് നേരിട്ട് അയക്കുന്നത് ഒഴിവാക്കി കൂടുതൽ പരാതികൾ ഉള്ളവർ ഈ പ്രത്യേക സംഘം നൽകിയിരിക്കുന്ന ഇമെയിലിലേക്കും ഫോൺ നമ്പറിലേക്കും പരാതികൾ നൽകാനാണ് ഇപ്പോൾ സംഘം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ നടൻ സിദ്ദിഖിനെതിരെ പരാതി DGPക്കാണ് ലഭിച്ചത്. ഈ പരാതി ഇപ്പോൾ സിറ്റി പോലീസിന് കൈമാറിയിട്ടുണ്ട്. നാളെ അത് പ്രത്യേക അന്വേഷണ സംഘത്തിലേക്കും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറും. അതിനൊപ്പം ഇടവേള ബാബുവും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് ഇടവേള ബാബു ആരോപിക്കുന്നത്. ഈ പരാതി DGPക്കാണ് ലഭിച്ചിരിക്കുന്നത്.